ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റും അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റുമാണ് വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. വെള്ളിയാഴ്ച കാൺപൂരിലാണ് രണ്ടാം ടെസ്റ്റ് മത്സരം നടക്കുന്നത്. ആദ്യ ടെസ്റ്റിൽ 280 റൺസിന്റെ വിജയമാണ് ടീം ഇന്ത്യ സ്വന്തമാക്കിയത്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ ഉറപ്പാക്കാൻ ടീം ഇന്ത്യക്ക് പരമ്പര വിജയം നിർണായകമാണ്. എന്നാൽ രണ്ടാം ടെസ്റ്റിനായി എത്തുമ്പോൾ പ്ലേയിംഗ് കോമ്പിനേഷനിൽ എന്തു മാറ്റമായിരിക്കും ടീം ഇന്ത്യ കൊണ്ടുവരുന്നത് എന്ന് തന്നെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഇറാനി ട്രോഫിക്കുള്ള റെസ്റ്റ് ഓഫ് ഇന്ത്യ ടീമിനെ പ്രഖ്യാപിച്ചതോടുകൂടി കാൺപൂർ ടെസ്റ്റിനുള്ള ടീമിൽ നിന്ന് 3 താരങ്ങൾ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണ്. വിക്കറ്റ് കീപ്പർ ധ്രുവ് ജുറൽ, മധ്യനിര ബാറ്റർ സർഫറാസ് ഖാൻ, പേസർ യശ് ദയാൽ എന്നിവരെയാണ് പ്ലേയിംഗ് ലെവലിൽ നിന്ന് മാറ്റിയിരിക്കുന്നത്. എന്നാൽ ഇവിടെ ലഭ്യമായ പ്ലേയിംഗ് കോമ്പിനേഷനിൽ നിന്ന് ഒരു സൂപ്പർ നീക്കത്തിന് തയ്യാറാവുകയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ. കാൺപൂർ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിലെ പിച്ച് സ്പിൻ ബോളിംഗിന് അനുകൂലമാണ്. സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കുൽദീപ് യാദവിനെയോ അക്സർ പട്ടേലിനെയോ പ്ലേയിംഗ് ലെവലിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് ഇപ്പോൾ ടീം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 3 സ്പിന്നർമാരെ ആയിരിക്കും രണ്ടാം ടെസ്റ്റിനായി ടീം ഇന്ത്യ അണിനിരത്തുക. ഈ ഒരു സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ മുഹമ്മദ് സിറാജോ ആകാശ് ദീപോ ആയിരിക്കും പ്ലേയിംഗ് ലെവലിൽ നിന്ന് പുറത്താകുക. സിറാജിന് പകരം അക്സർ പട്ടേൽ രണ്ടാം ടെസ്റ്റിലേക്ക് പ്ലേയിംഗ് ലെവലിൽ എത്താനുള്ള സാധ്യതയാണ് പ്രമുഖ സ്പോർട്ടിംഗ് വെബ്സൈറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു മാറ്റമാണ് രണ്ടാം ടെസ്റ്റിന് മുന്നേ ഇന്ത്യയുടെ പ്ലേയിംഗ് ലെവലിൽ പറയുന്നത്. അടുത്ത ഒരു അപ്ഡേറ്റ് ബംഗ്ലാദേശിനെതിരായ T20 പരമ്പരയുമായി ബന്ധപ്പെട്ടാണ്. സൂപ്പർ താരം ഋഷഭ് പന്തിനെ T20 പരമ്പരയിൽ ടീം ഇന്ത്യ ഒഴിവാക്കിയേക്കും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ആഭ്യന്തര അന്താരാഷ്ട്ര മത്സരങ്ങളിലെ ജോലിഭാരം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കും ഋഷഭ് പന്തിന് വിശ്രമം അനുവദിക്കുക. ഈ സാഹചര്യത്തിൽ പ്രധാന വിക്കറ്റ് കീപ്പർ ബാറ്ററായി സഞ്ജു സാംസണെയാണ് ടീം ഇന്ത്യ പരിഗണിക്കുന്നത്. ഇന്ന് ക്രിക്ബസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. സഞ്ജുവിനെ പ്രധാന വിക്കറ്റ് കീപ്പറായി ടീമിലെടുക്കുമ്പോൾ ഇഷൻ കിഷനോ ധ്രുവ് ജുറലോ ആയിരിക്കും ടീമിലെ രണ്ടാം വിക്കറ്റ് കീപ്പറായി എത്തുക. നിലവിൽ ധ്രുവ് ജുറലും ഇഷൻ കിഷനും ഇറാനി ട്രോഫിക്കായി കളിക്കുന്നുണ്ട്. ഒക്ടോബർ 5 വരെയാണ് ഇറാനി ട്രോഫി നടക്കുന്നത്. ഒക്ടോബർ 6 മുതലാണ് ടീം ഇന്ത്യയുടെ ബംഗ്ലാദേശിനെതിരായ T20 പര്യടനം. അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്ന് ആര് ടീമിലേക്ക് സെക്കൻഡ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി എത്തുമെന്നുള്ളതാണ് ചോദ്യമായി എത്തുന്നത്. ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പരിഗണിക്കുകയാണെങ്കിൽ ഇഷൻ കിഷനും സഞ്ജു സാംസണുമായിരിക്കും ടീം ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാരായി പരമ്പരയിലേക്ക് ഇടം നേടുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.